ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം നമ്മുടെ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹിന്ദിയിൽ എന്ത്? അതായിരിക്കും മക്കളുടെ ഡൗട്ട് അല്ലേ. ഒന്നുമില്ല, ഒരുപാട് കുട്ടികൾക്ക് ഓണപരീക്ഷയുടെ പേപ്പറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഹിന്ദിയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അവർക്ക് കൂടി ഉള്ള ഒരു കോണ്ടന്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ച് കേട്ടോളാ. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞവർ, ഹിന്ദി ബുദ്ധിമുട്ടായിട്ടുള്ളവർ ഒരുപാട് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്ഷരമാല ഇപ്പോഴും ശരിക്കും അറിയാത്ത മക്കളുണ്ടെങ്കിൽ അക്ഷരമാല നന്നായി പഠിച്ചിരിക്കുക എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ഇല്ലേ, അത് നന്നായിട്ട് എഴുതി പഠിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് നന്നായി വായിച്ചിരിക്കുക എന്ന് പറയുന്നതാണ്. ടെക്സ്റ്റ് വായിക്കാത്ത കുറേ മടിയന്മാരുണ്ടാവും അല്ലേ. ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക, ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടി മക്കൾ തുടങ്ങിക്കോളാം. ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? പ്രത്യേകിച്ച് ഹിന്ദിയിൽ വളരെ നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ഇപ്പോഴേക്കും ഇങ്ങനെ ഈ സാധനങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഹിന്ദി നന്നായിട്ട് അറിയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സ്വന്തമായിട്ട് ഹിന്ദിയിൽ എഴുതാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഹിന്ദിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് മാറണം അല്ലേ, നമ്മൾ ഹിന്ദി അറിയുന്ന രീതിയിലേക്ക് മാറണം. പിന്നെ ദിവസവും ഒരു 5 വാക്കെങ്കിലും, ഹിന്ദി അറിയാൻ പാടില്ലാത്ത മക്കൾ എന്ത് ചെയ്യണം? ഒരു 5 വാക്കുകളെങ്കിലും എന്നും പഠിക്കുന്ന രീതിയിലേക്ക് മാറാം കേട്ടോ. ഓക്കെ, ഇനി ക്രിസ്മസ് എക്സാം ആവുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഇനി നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം കൂടി മിസ് പറയുന്നുണ്ട്. നോക്കിക്കേ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 2 യൂണിറ്റ് ആണ്. ഇനി അടുത്ത എക്സാമിലേക്ക് ഒരു 2 യൂണിറ്റും കൂടി പഠിക്കാനുണ്ട്. 2 യൂണിറ്റ് നമ്മൾ പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 യൂണിറ്റും കൂടി ഉണ്ട്. നോക്കിക്കേ, എന്താണ്? ഇക്കായി തീനും ഇക്കായി ചാറുമാണ്. അതിൽ ഓരോന്നിലും എന്തിനെ കുറിച്ചാണ് പറയുന്നത്, വളരെ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കേട്ടോ. അതിൽ ഇക്കായി തീനില് യൂണിറ്റ് 3 നമുക്ക് പഠിക്കാനുള്ളത് മുസ്കാൻ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ് ആണ്. മുസ്കാൻ എന്ന് വെച്ചാൽ എന്താണ്? പുഞ്ചിരി എന്ന് പറയുന്നതാണ് അല്ലേ. വളരെ ഹാപ്പി ആയിട്ടുള്ള മക്കളെയൊക്കെ കുറിച്ച് പറയുന്ന എന്താണ് 2 ചാപ്റ്ററാണ് ഇതിലുള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ബാരിഷ് കെ ബാദ് എന്ന് പറയുന്ന കനക് ശശി. എന്താണ്? ബാരിഷ് കെ ബാദ് എന്ന് പറയുന്ന കനക് ശശി എഴുതിയിട്ടുള്ള ഒരു അടിപൊളി കഥയാണ്. ഒരു ഗുട്ടു ഗുട്ടലി എന്ന് പറഞ്ഞിട്ട് 2 വികൃതി കുട്ടന്മാരുണ്ട്. ഈ വികൃതി കുട്ടന്മാർ ഒപ്പിച്ച് വെക്കുന്ന കുറച്ച് പണികളാണ് ബാരിഷ് കെ ബാദ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള കഥയാണ്. വളരെ നന്നായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ അത്. ഓക്കെ, അടുത്തത് ഒരു കുഞ്ഞു കവിതയാണ്. ബയാ ഹമാരി ചിടിയാ റാണി എന്ന് പറയുന്ന മഹാദേവി വർമ്മയുടെ ഒരു കവിതയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കവിതയാണ് കേട്ടോ. നമ്മുടെ ബയാ ഹമാരി ചിടിയാ റാണി എന്ന് പറയുന്നത് ചിടിയെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. അത് കഴിഞ്ഞിട്ട് ആകെ ആ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് ആകെ 2 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയും ഒരു കവിതയും അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലേക്ക് പോകുന്നത്. 4ാമത്തെ യൂണിറ്റിൽ കുറച്ച് നമ്മൾ എന്താണ് കുറച്ചും കൂടി വലിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മേൽ ജോൽ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിറ്റ്. ആ യൂണിറ്റിലും 2 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് നോക്കിക്കേ, ആദ്യത്തെ ചാപ്റ്റർ നോക്കിക്കേ. തും ജിയോ ഹസാറോ സാൽ സാൽ കെ ദിൻ ഹോ 50,000 എന്ന് പറയുന്നതാണ് നമ്മുടെ പാഠത്തിന്റെ പേര് കേട്ടോ. അപ്പൊ എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെ? അവർ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാരുടെ ഓർമ്മകളിലൂടെ ജീവിക്കും അല്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇപ്പം മദർ തെരേസ, ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മഹാന്മാർ നമുക്കറിയാം അല്ലേ. അവരൊക്കെ എത്രയോ കാലം മുമ്പ് മരണമടഞ്ഞവരാണ്. പക്ഷേ എന്താണ്, ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ആൾക്കാരാണ് അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരു എന്താണ് ഒരു കഹാനിയാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. അത് വളരെ നന്നായിട്ട്, വളരെ കുഞ്ഞൊരു കഹാനിയാണ്, പക്ഷെ വളരെ മനോഹരമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന ഒരു ഫിലിമി ലേഖാണ്. സ്വർഗത്തിലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ഒരു ഫിലിമി ലേഖാണ്. ഫിലിമി ലേഖനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സിനിമ കണ്ടിട്ട് എഴുതുന്ന ഒരു എന്താണ് ഒരു ലേഖനത്തിനാണ് നമ്മൾ ഫിലിമി ലേഖ എന്ന് പറയുന്നത് അല്ലേ. ഒരു സിനിമയായിരുന്നു, ആ സിനിമയെ കുറിച്ചുള്ള ലേഖനമാണ്. അപ്പോൾ നമുക്ക് സിനിമയുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫിലിമി ലേഖാണ് എന്തെന്ന് പറയുന്നത് ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്നത്. ഇത് വിവേക് മെഹത്തയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഇത്
ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ലൈവുകളിലൊക്കെ ഇനി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പോൾ മക്കളൊക്കെ ഇപ്പം തന്നെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാനുള്ളവർ എന്ത് ചെയ്തോളാം, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കോണ്ടന്റുമായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.